ജീവിതത്തിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, വിജയിക്കുന്നവർ എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പലപ്പോഴും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തികൾ ലൈഫിൽ ഒരിക്കലും ഒരു മേഖലയിലും വിജയിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ തേർഡ് പോയിൻ്റ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ബിസിനസ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മുടെ വെസ്റ്റേജ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന മിക്കവാറും ആളുകൾ ഒന്നുകിൽ ഒരു എംപ്ലോയി ബാക്ക്ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നാവാം നമ്മൾ വരുന്നുണ്ടായിരിക്കാം. നമുക്കവിടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതൽ അവകാശങ്ങളാണ് കൂടുതലും നാം ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു ഓൺട്രപ്രണർഷിപ്പ് ജേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ് ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുക, അവ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അപ്ലൈൻ ലീഡർ നിങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ലിവറേജ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ എന്നാണോ നാം ആ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ ആ കടമകൾ എന്താണെന്ന് മനസ്സിലാക്കി അവ ഏറ്റെടുക്കുന്നത്, അന്ന് മുതലാണ് നമുക്കൊരു ബിഗ് ലീഡർഷിപ്പിലേക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ടീമിൽ നടക്കുന്ന പർച്ചേസുകൾ, എത്ര പേര് കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവരെ കൺസിസ്റ്റൻസി ഡേറ്റിന് മുൻപായിട്ട് റിമൈൻഡർ കോൾ ചെയ്യുക, അവരെ ഓർമ്മിപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ വ്യക്തികളും അറ്റൻഡ് ചെയ്യുന്ന ഇവൻറ്റ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ CEP മീറ്റിങ്ങുകളുടെ ഒരു രജിസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വീക്ക്ലി വൺസ് നടക്കുന്ന CEO മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ രജിസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഈ മീറ്റിങ്ങുകൾക്കെല്ലാം തന്നെ നിങ്ങളുടെ ടീമിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം. മറ്റൊരു ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ടീമിൽ നടക്കുന്ന വോളിയം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഡൗൺലൈൻ ലീഡർ, അദ്ദേഹം ഏത് ലെവലിൽ നിൽക്കുന്നു, അദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര കൂടുതലായിട്ടാണ് അദ്ദേഹത്തിന് ബിസിനസ് നടക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ടീം ബിൽഡിംഗ് ബോണസ് അച്ചീവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് വരുന്ന പല ഓഫറുകൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ഇൻസെൻറ്റീവ് ട്രിപ്പ് ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഡൗൺലൈൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിലേക്ക് അവർ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ, അതിലേക്ക് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ മാർഗനിർദ്ദേശകനായിട്ട് മാറുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫോർമേഷൻ നമ്മുടെ ടീമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവരും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളജ് അക്വയർ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ എല്ലാ ദിവസവും നടക്കുന്ന ഇവൻറ്റ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് CEP മീറ്റിങ്ങുകളാവാം, അല്ലെങ്കിൽ വീക്കിലി നടക്കുന്ന CEO മീറ്റിംഗ്സ് ആവാം. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് ആ മീറ്റിങ്ങിൻ്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വലിയൊരു കടമ തന്നെയാണ്. ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതിൽ ഇടപെട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു CEP മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൽ നാളെ ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നാളത്തെ ഒരു ലീഡിംഗ് റോളിൽ ഞാൻ കൈകാര്യം ചെയ്യാം, നാളത്തെ ചർച്ചകൾ ഞാൻ നയിക്കാം എന്നുള്ള തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അത് അത്തരത്തിൽ നമ്മൾ ഒരു വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മളുടെ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ 1 by 1 ആയിട്ട് ഏറ്റെടുക്കാനും അവ വിജയിപ്പിക്കാനും പഠിക്കുന്നതിൻ്റെ ഒരു ആകത്തുകയാണ് നമുക്ക് ഈ ബിസിനസ്സിലൂടെ നമ്മുടെ വലിയ വിജയം എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ തട്ടിയും മുട്ടിയും പോകാനൊന്നും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഇഫ് യു ആർ എയിമിങ് ബിഗ് സക്സസ്, നിങ്ങൾക്ക് വലിയൊരു നേട്ടം കൊയ്യുന്ന വലിയൊരു വിജയിയായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. മിനിമം നിങ്ങളുടെ ടീമിൻ്റെ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ പഠിക്കുക. ഒരു ബ്രോൺസ് ഡയറക്ടറിന് മുകളിൽ പോകുന്ന ഏത് വ്യക്തിയും നിങ്ങളുടെ ടീമിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നമ്മൾ ഇത്തരത്തിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവ വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു ആകത്തുകയായിട്ടുള്ള റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന വലിയ വലിയ റെക്കഗ്നീഷൻസ്. നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ക്യാരക്ടറിലും വരുന്ന ഗ്രോത്തൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ബിസിനസ്. നമ്മൾ നോർമലി പറയാറുണ്ട് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണമെന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്.